ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ സ്വന്തം നെടുമങ്ങാട് കേട്ടോ. നെടുമങ്ങാട് നമ്മുടെ ഒരുപാട് വെറൈറ്റികളൊക്കെ ചേർന്ന ഒരു സ്ഥലമാണ്, ഒരു കൊട്ടാരമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ നാട്ടിൽ നമ്മൾ കൊട്ടാരവും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് വരെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നെടുമങ്ങാടിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല, അല്ലേ ബാബാജി? അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളെ നെടുമങ്ങാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നെടുമങ്ങാടുള്ള അത്യാവശ്യം നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാം കൂടെ ഒരുക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്തിനി കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരം ജില്ലയുടെ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണ് നെടുമങ്ങാട്. ഒരു നഗരസഭ കൂടിയായ നെടുമങ്ങാട് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിൽ ഏറ്റവും വലിയ താലൂക്കാണ് നെടുമങ്ങാട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം കൂടിയാണ് നമ്മുടെ നെടുമങ്ങാട് കേട്ടോ. കുരുമുളക്, റബ്ബർ പോലുള്ള മലഞ്ചരക്കുകളുടെയും പച്ചക്കറികളുടെയും വിപണന കേന്ദ്രം കൂടിയാണ് നെടുമങ്ങാട്. നെടുമങ്ങാട് പട്ടണത്തിൽ തന്നെയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോയിക്കൽ കൊട്ടാരം. ഇത് ഇന്ന് പുരാവസ്തു വകുപ്പിനു കീഴിലുള്ള നാണയ പ്രദർശനശാലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 68 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നെടുമങ്ങാട്. പടിഞ്ഞാറ് ഭാഗത്ത് തിരുവനന്തപുരം താലൂക്ക്, തെക്ക് ഭാഗത്ത് നെയ്യാറ്റിൻകര താലൂക്ക്, കിഴക്കേ ഭാഗത്ത് തമിഴ്നാടും ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ നെടുമങ്ങാട്. കിഴക്ക് ഭാഗം തൊളിക്കോട്, ഉഴമലയ്ക്കൽ, വെള്ളനാട് പഞ്ചായത്തുകളും, പടിഞ്ഞാറ് ഭാഗം വെമ്പായം പഞ്ചായത്തും, വടക്ക് ആനാട് പഞ്ചായത്തും, തെക്ക് അരുവിക്കര, കരകുളം പഞ്ചായത്തുകളുമാണ് നമ്മുടെ അതിർത്തി പങ്കിടുന്നത് കേട്ടോ നെടുമങ്ങാടുമായിട്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ്റെ പ്രദേശമാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളും നമ്മുടെ നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മാർക്കറ്റാണ്, ഒരു പ്രാചീന വളരെ പഴക്കം ചെന്നൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ഇപ്പോഴും പൊളിച്ച് പണിയുന്നുണ്ട്, പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് അകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. അന്താരാഷ്ട്ര മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ വിപണനം നടക്കുന്ന ഒരു മാർക്കറ്റ് കൂടെയാണ്. നമ്മുടെ നെടുമങ്ങാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് മുത്തുമാരമ്മൻ ക്ഷേത്രം, മുത്തുമാരിയമ്മൻ ക്ഷേത്രം, മേലാങ്കോട് ക്ഷേത്രം, കോയിക്കൽ അർദ്ധനാരീശ്വര ശിവക്ഷേത്രം, പഴവടി മഹാഗണപതി ക്ഷേത്രം, മുഖവൂർ മഹാവിഷ്ണു ക്ഷേത്രം, മേലെ കല്ലിയോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം, കരിമ്പിക്കാട് ശാസ്താ ക്ഷേത്രം, തിരുച്ചിറ്റൂർ വിഷ്ണു ക്ഷേത്രം, കരിപ്പൂർ ഭദ്രകാളി ക്ഷേത്രം, കുറ്റിയാണി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, വട്ടപ്പാറ കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രം, പെരിങ്ങാട്ടുകുണം ദേവി ക്ഷേത്രം, കൊല്ലങ്കാവ് ശ്രീ ഭൂതത്താൻ ആൽത്തറ ഇണ്ടിളയപ്പൻ ക്ഷേത്രം, ഏറെക്കാലത്തെ പഴക്കമുള്ള നെടുമങ്ങാട് ടൗണിലെ മുസ്ലിം പള്ളി, പിന്നെ ക്രിസ്ത്യൻ പള്ളി, ഇതുകൂടാതെ തന്നെ ആരാധനാലയങ്ങൾ മേലാങ്കോട് ക്ഷേത്രം, മുത്താരമ്മൻ ക്ഷേത്രം, മുത്തുമാരിയമ്മൻ ക്ഷേത്രം എന്നീ ദേവസ്ഥാനങ്ങളുടെ ഉത്സവം ഒരേ ദിവസം നെടുമങ്ങാട് ഓട്ടം എന്ന പേരിൽ 340 പരം വർഷമായി ആഘോഷിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് കേട്ടോ. വളരെ വിപുലീകരിച്ചിട്ടുള്ളൊരു ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി സ്റ്റൈലിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഐ ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. 2011 കനേശുമാരി പ്രകാരം നെടുമങ്ങാടിൻ്റെ ജനസംഖ്യ 60,161 ഇതിൽ 49% പുരുഷന്മാരും 51% സ്ത്രീകളും ഉൾപ്പെടുന്നു. 80% ശരാശരി സാക്ഷരത നെടുമങ്ങാടിനുണ്ട്. 83% പുരുഷന്മാരും 77% സ്ത്രീകളും സാക്ഷരരാണ്. ജനസംഖ്യയുടെ 11% 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. നെടുമങ്ങാട് ഒരു നിയോജക മണ്ഡലമാണ് കേട്ടോ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗവുമാണ് നമ്മുടെ നെടുമങ്ങാട്. പിന്നെ നമ്മുടെ നെടുമങ്ങാട് 3 പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ രാമചന്ദ്രൻ, പിന്നെ ബദനി, ITI എന്നിവ എല്ലാം നമ്മുടെ നെടുമങ്ങാടുണ്ട് കേട്ടോ. ബാങ്കുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, അതുകൂടാതെ ആക്സിസ് ബാങ്ക്, പിന്നെ യൂണിയൻ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളും നമ്മുടെ ഇത്രയും പ്രബലമായ ബാങ്കുകളും നമ്മുടെ നെടുമങ്ങാട് താലൂക്കിലുണ്ട്. അതുകൂടാതെ നെടുമങ്ങാട് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ശാന്തിതീരം എന്ന് പറയുന്ന ഒരു ശ്മശാനവും ഉണ്ട് കേട്ടോ ഇവിടെ. നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഗവൺമെൻറ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ,
ഗവൺമെൻറ് ഹൈസ്കൂൾ കരിപ്പൂര്, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ച, ഗവൺമെൻറ് പോളിടെക്നിക് മഞ്ച, ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് മഞ്ച, ഗവൺമെൻറ് കോളേജ് വാളിക്കോട്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂവത്തൂർ, ഗവൺമെൻറ് ബോയ്സ് UP സ്കൂൾ, ഗവൺമെൻറ് ടൗൺ LP സ്കൂൾ, LMLP സ്കൂൾ തുടങ്ങിയവയാണ് കേട്ടോ. സപ്ലൈകോയുടെ വെൽഫെയർ ഹൗസും നമുക്ക് നെടുമങ്ങാടുണ്ട്. നെടുമങ്ങാട് നഗരസഭയുടെ വാർഡുകൾ പറയുന്നത്: 1 കല്ലുവരമ്പ്, 2 ഇരിഞ്ചയം, 3 കുശർക്കോട്, 4 ഉളിയൂർ, 5 മണക്കോട്, 6 നെട്ട, 7 നഗരിക്കുന്ന്, 8 കച്ചേരി, 9 ടൗൺ, 10 മുത്താങ്കോണം, 11 കൊടിപ്പുറം, 12 കൊല്ലങ്കാവ്, 13 പുലിപ്പാറ, 14 വാണ്ട, 15 മുഖവൂർ, 16 കൊർളിയോട്, 17 പതിനാറാങ്കല്ല്, 18 മന്നൂർക്കോണം, 19 വലിയമല, 20 തറട്ട, 21 ഇടമല, 22 പടവള്ളിക്കോണം, 23 കണ്ണാറംകോട്, 24 പറണ്ടോട്, 25 മഞ്ച, 26 THS, 27 പേരുമല, 28 മാർക്കറ്റ്, 29 പറമുട്ടം, 30 പത്താങ്കല്ല്, 31 കൊപ്പം, 32 സന്നഗർ, 33 അരശുപറമ്പ്, 34 പേരേത്തുകോണം, 35 പരിയാരം, 36 ചിറക്കാണി, 37 പൂങ്കുമൂട്, 38 ടവർ വാർഡ്, 39 പൂവത്തൂർ എന്നിവയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ BRCയുടെ ഓഫീസും ഇവിടെ ഉണ്ട്. അതുകൂടാതെ ടൗൺ ട്രഷറർ ഓഫീസുണ്ട്. ഇവിടെ ഒരു റവന്യൂ ടവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലാണ് നമ്മുടെ ഇവിടുത്തെ ഏകദേശമുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ നെടുമങ്ങാട് അടുത്തായിട്ടുള്ള ആകർഷണമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പൊന്മുടി വിതിര വഴി 45 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നെടുമങ്ങാട് നിന്ന് വരുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ തമ്പുരാൻ പാറ, വിതിര ഹിൽ സിറ്റി, ഹിൽ ടൗൺ, അരുവിക്കര ഡാം, മീൻമുട്ടി, ഹാപ്പി ലാൻഡ്, തിരുച്ചിട്ടപ്പാറ, പേപ്പാറ വന്യമൃഗ സങ്കേതവും പേപ്പാറ ഡാമും, പാലോട് സസ്യശാസ്ത്രോദ്യാനം, അഗസ്ത്യാർകൂടം, വലിയമല, ISRO എന്നിവയെല്ലാം നമ്മുടെ നെടുമങ്ങാട് കവർ ചെയ്ത് വേണം പോകേണ്ടത്. റവന്യൂ ടവറിന് അടുത്തായും KSRTC സ്റ്റാൻഡിന് ഓപ്പോസിറ്റുമായിട്ടാണ് കേട്ടോ നമ്മുടെ കോടതി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ, നമ്മുടെ ഈ ആൾ ജംഗ്ഷൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു പഴയ പോലീസ് കെട്ടിടമുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ എക്സൈസ് ഓഫീസ്, നെടുമങ്ങാട് എക്സൈസ് ഓഫീസ്. പുതിയ കെട്ടിടം നമ്മുടെ നഗരസഭ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നഗരസഭയുടെ ഓഫീസിന് തൊട്ടടുത്തായാണ് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഊമയമ്മ റാണിയുടെ കൊട്ടാരം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പ്രാചീന നാലുകെട്ട് സമ്പ്രദായത്തിലുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. ഈ കൊട്ടാരത്തിൽ നിന്നും ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റം സമീപത്തുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന കരിപ്പൂർ കൊട്ടാരവുമായി ചേരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നെടുമങ്ങാട് കൊട്ടാരം അതൊരു ചരിത്ര സംരക്ഷിത സ്മാരകമായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ചരിത്ര സ്മാരകത്തിൽ ഫോക്ക് ലോർ മ്യൂസിയവും ന്യൂമിസ്മാറ്റിക് മ്യൂസിയവും പ്രവർത്തിച്ചു വരുന്നു. ഈ മ്യൂസിയങ്ങൾ കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏക മ്യൂസിയമാണ് ഇവിടത്തേത് കേട്ടോ. സ്വർണ്ണ നാണയ ശേഖരങ്ങൾ അടക്കം പ്രദർശിപ്പിച്ച് വച്ചിട്ടുണ്ട്. കൂടാതെ 29-ാം വാർഡിലെ വേങ്ങോടുള്ള അമ്മാവൻ പാറ ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു. പൊന്മുടി ഹിൽ റിസോർട്ടിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം കൂടിയാണ് നമ്മുടെ നെടുമങ്ങാട്. നെടുമങ്ങാട് നിന്നും വെറും 5 കിലോമീറ്റർ അകലെയാണ് കേട്ടോ നമ്മുടെ ISRO സ്ഥിതി ചെയ്യുന്നത്. അനുദിനം നമ്മുടെ നെടുമങ്ങാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒത്തിരി കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അതെ, ഒരുപാട് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അതുകൂടാതെ തന്നെ ഇവിടെ ഓഡിറ്റോറിയങ്ങളായിട്ട് ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോഴും ഓരോ മൾട്ടി ലെവലിലുള്ള ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് ശ്രീലക്ഷ്മി അതിപ്പോഴും കുന്നൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതുകൂടാതെ തന്നെ രാമചന്ദ്രൻ, QRS, ജോസ്കോ, ഇതുപോലുള്ള ഒരുപാട് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അതെ, നെടുമങ്ങാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി നമ്മളെ വീട്ടിൽ പോകാം കേട്ടോ. നിങ്ങൾക്ക് സിനിമ കാണണോ, ചന്തയിൽ പോകണോ, അതേ ഏതെങ്കിലും അമ്പലത്തിൽ കയറണോ,
എന്തിനാണെങ്കിൽ തന്നെയും നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള ഒരു സിറ്റി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് അതുകൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രാജഭരണത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലും ഓർമ്മയും കൂടെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നെടുമങ്ങാട്. അതാരും മറന്നു പോകരുതെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലേ. അത്രത്തോളം ചരിത്ര പ്രാധാന്യം നമ്മുടെ നെടുമങ്ങാടിനുമുണ്ട്. അതെ, നെടുമങ്ങാടിനുമുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഘട്ടങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ടൗണിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മളിതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ PSCയുടെ ഒരുപാട് PSC പഠിപ്പിക്കുന്ന സെന്ററുകളും അതുപോലെ +1 +2 ഇതൊക്കെ സ്കൂളിൽ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്ററുകളും പിന്നെ ഡിഗ്രി പഠിപ്പിക്കുന്ന സെന്ററുകളും ഒക്കെ ഈ നെടുമങ്ങാട് ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട് അതൊക്കെ. അതുകൂടാതെ തന്നെ ബാങ്കുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. കാനറ ബാങ്ക് ഒക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബാങ്കുകളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. ഇത് തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കാണ്. അതുകൂടാതെ തന്നെ KSFE, നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിലവിൽ ഉണ്ട്. ഇത് ഒരു ഓഡിറ്റോറിയമാണ്. അതുകൂടാതെ ഐ ഹോസ്പിറ്റൽ, നമ്മുടെ അൽഹിബ ഐ ഹോസ്പിറ്റൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക്, നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്. അതുകൂടാതെ തന്നെ HDFC ബാങ്ക് ഉണ്ട്. മാരുതിയുടെ ഷോറൂമുണ്ട് ഇവിടെ. മാരുതിയുടെ ഷോറൂം കൂടാതെ തന്നെ നമ്മുടെ റാണി ടാക്കീസ്, സിനിമാ ശാലകളായിട്ട് വരുന്ന റാണി ടാക്കീസ് വരുന്നുണ്ട്. വിപുലീകരിച്ച 2 ഇതാണല്ലേ വരുന്നത്. അതുകൂടാതെ തന്നെ സൂര്യ മൾട്ടിപ്ലസും വരുന്നുണ്ട്. അവരുടെ തന്നെ ഒരു ബാറും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഒരു ബാർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കല്ലിങ്ങൽ ബജാജ് ചേതക്ക്, പിന്നെ വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങൾ, പിന്നെ നമ്മുടെ TVSൻ്റെ തന്നെ ഷോറൂമുകൾ, ആക്റ്റീവയുടെ ഷോറൂമുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നേരെ ഒത്ത ടൗണിൽ തന്നെയാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോഴും പുതുക്കുകയുണ്ടായി കേട്ടോ. എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു കിടന്നിരുന്ന ബസ് സ്റ്റാൻഡിനെ നല്ല അടിപൊളിയായിട്ട് പുതുക്കി നല്ല രീതിയിൽ പ്രവർത്തന യോഗ്യമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒതുക്കാനുള്ള സൗകര്യവും നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം എല്ലാം നമ്മുടെ ഗവൺമെൻറ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ടല്ലേ. ദീർഘദൂര സർവീസുകളുണ്ട്. അതെ, ദീർഘദൂര സർവീസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.